മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ ഇഷ്ടം ഞാൻ ചെയ്തിടുവാൻ ദൈവ വഴിയിൽ നടത്തുന്നെന്നെ. മേഘത്തിലേശുതാൻ വന്നിടുമ്പോൾ എന്നെയും ചേർത്തിടും നിശ്ചയമാ. ഈ ദിവ്യ സ്നേഹത്തിനാ ഞാനെന്തു ചെയ്തിടണം? വാഴ്ത്തിടും തന്നാമത്തെ, സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം. സ്വർഗത്തിലെ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യർക്ക് വ്യത്യസ്തമായ സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ലഭ്യമാക്കപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവർ അനുവർത്തിക്കേണ്ട ഇടപെടലുകളുടെ രീതികൾ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ ഈ സ്ഥാനങ്ങൾ സൃഷ്ടിച്ച് ആക്കിയ ദൈവത്തിന് അതേ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നു. പ്രവർത്തിക്കുന്ന രീതിയും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പരാമർശിക്കുന്ന ചില വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 10-ാം വാക്യം, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്. സ്വർഗത്തിലെ ദൈവം ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന സത്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. എന്താണ് ഒരു പിതാവിൻ്റെ രീതി? ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പിതാവ് എങ്ങനെയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കരുതൽ, പിതാവിൻ്റെ കരുണ, ഇങ്ങനെ തുടരുന്ന അനേക സ്വഭാവ സവിശേഷതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മോട് ബന്ധപ്പെട്ട് ഒരു പിതാവിൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ അവസ്ഥ എന്തുമായാലും, നമുക്ക് ഏത് സാഹചര്യങ്ങൾ അനുവദിക്കപ്പെട്ടാലും സ്വർഗത്തിലെ ദൈവം ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ഭാഷയ്ക്ക് പരിമിതിയുള്ളതുകൊണ്ട് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പിതാവ് സ്നേഹിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ എത്ര സ്നേഹം എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. കലവറ കൂടാതെ, അളവില്ലാതെ ഒരിക്കലും ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും തിരിച്ച് അറിയുവാൻ കഴിയാതെ, അതിനപ്പുറമായി സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ഓരോ ദിവസങ്ങളിലെയും ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, ഇവയെല്ലാം നിങ്ങൾക്കാവശ്യമെന്ന് സ്വർഗത്തിലെ പിതാവ് അറിയുന്നു. പിതാവിൻ്റെ കരുതലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ഒരു പിതാവായി നമ്മെ കരുതുന്നു. ജീവിതത്തിൽ സങ്കടക്കാഴ്ചകൾ കാണുന്ന അനുഭവങ്ങൾ വന്നേക്കാം, പരാജയങ്ങൾ വന്നേക്കാം, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ 103-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നുകയാണ്. ആ കരുണ ഒരിക്കലും അടച്ചു കളയുന്നില്ല. നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മോട് കരുണ കാണിക്കുന്ന പിതാവ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം പുത്രനെ തന്ന് നമ്മെ രക്ഷിച്ചതുകൊണ്ട്
ഒരു പിതാവ് എന്നുള്ള നിലയിൽ നിന്ന് സ്നേഹത്തോടെ, കരുതലോടെ, കരുണയോടെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നല്ല പിതാവിൻ്റെ മുമ്പാകെ നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ യോഗ്യമായി മുന്നേറാം. കർത്താവിൻ്റെ കൃപ ആ വിധത്തിൽ നമുക്ക് ലഭിക്കട്ടെ. രണ്ടാമത് 68-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ അനാഥർക്ക് പിതാവാണ് ദൈവമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ പിതാക്കന്മാർ ലോകത്തുനിന്ന് കടന്നുപോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് നാഥനായി, അവരോട് കൃപ കാണിച്ച് ഓരോ ദിനങ്ങളിലും വഴി നടത്തുന്ന പിതാവായി സ്വർഗത്തിലെ കർത്താവ് ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരാളെയും അനാഥരായി കർത്താവ് വിടുകയില്ല. അപ്പോൾ അനാഥരുടെ പിതാവായി സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം സ്വർഗം കരുതുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. മറ്റൊരു പ്രയോഗം യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 66-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ മനുഷ്യരോട് ബന്ധപ്പെട്ട്, തൻ്റെ ഭക്തരോട് ബന്ധപ്പെട്ട്, ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്യം, ഇസ്രയേലിനെ സംബന്ധിച്ചാണ് ആ വാക്യം പരാമർശിക്കുന്നതെങ്കിലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോട് ബന്ധപ്പെട്ടും അത് സത്യമായിട്ട് ഇരിക്കുന്നു. യെശയ്യാവ് 66:13 അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, മാതൃസ്നേഹം, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്ന നില 12-ാം വാക്യത്തിലുണ്ട്. നാം വായിക്കുന്നുണ്ട്, അമ്മമാരാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നതും മുഴങ്കാലിലിരുത്തി ലാളിക്കുകയും ചെയ്യുന്നത്. അതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ എടുത്തുകൊണ്ട് നടക്കുകയും ലാളിക്കുകയും അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ ലാളിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമാണ്. ഒരമ്മയെപ്പോലെ ആ മാതൃസ്നേഹം വെളിപ്പെടുത്തി നമ്മെ കരുതുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും നാം യെശയ്യാ പ്രവചനം തന്നെ 54-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ജീവിതത്തിൽ വിവാഹിതരായി കഴിഞ്ഞ് അപ്രതീക്ഷിതമായ നിമിഷത്തിൽ അവരുടെ ഭർത്താക്കന്മാർ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വാക്ക്, അതും ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അത് എല്ലാ വ്യക്തികളെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് നിരാശയിലും സങ്കടത്തിലും വേദനയിലും ഇനി ആരാണ് കരുതുന്നത്, സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് മുൻപോട്ട് നീങ്ങുന്നതെന്ന് അകതാരിൽ വിഷമത്തോടുകൂടെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവരോടുള്ള കർത്താവിൻ്റെ വാക്കാണിത്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ആ കർത്താവ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആവശ്യമായ കരുതലും സംരക്ഷണവും നന്മകളും നൽകി ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ സഹായിക്കുന്ന കർത്താവാണ്. പ്രിയമുള്ളവരെ, ഒരു പിതാവായി, അനാഥർക്ക് പിതാവായി, ഒരമ്മയെപ്പോലെ, ചില പ്രിയപ്പെട്ടവർക്ക് ഒരു ഭർത്താവിനെ പോലെ സ്വർഗത്തിലെ കർത്താവ് സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയാവസ്ഥ എന്താണോ അതറിഞ്ഞ് ഇടപെടുന്ന ദൈവത്തിൻ്റെ മനോഹരമായ സ്വഭാവ സവിശേഷതകളാണ് ഈ വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചത്. ഈ നല്ല കർത്താവിനെ സ്നേഹിച്ചും ആശ്രയിച്ചും
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാം. ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. രക്ഷകനാമെന്റെ യേശുനാഥൻ പാപിയാമെന്നെയും സ്നേഹിച്ചതാ. രക്ഷകനാമെന്റെ യേശുനാഥൻ പാപിയാമെന്നെയും സ്നേഹിച്ചതാ.